+2 കൊമേഴ്സിന് ശേഷം ബികോം എടുക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ആശങ്കയാണ് ബികോമിൻ്റെ ഏത് സ്ട്രീം സെലക്ട് ചെയ്യുന്നുള്ളത്. ബികോം ഫിനാൻസ്, ബികോം ടാക്സേഷൻ, ബികോം കോർപ്പറേഷൻ, ബികോം ട്രാവൽ ആൻഡ് ടൂറിസം എന്നൊക്കെയുള്ള പേരിൽ പല രീതിയിലുള്ള സബ് സ്ട്രീംസ് ബികോമിൽ അവൈലബിൾ ആണ്. ഇതിൽ ഏതെടുക്കുന്നതായിരിക്കും ഉചിതം, ഏതെടുക്കുന്നതായിരിക്കും ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഏതെടുക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ അഡ്വാൻറ്റേജ് നൽകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും ബികോമിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഏത് കോഴ്സ് ആണെങ്കിലും ഏത് സബ് സ്ട്രീമാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിലും 6 സെമസ്റ്ററുകളിലായിട്ട് 36ഓളം പരീക്ഷകൾ ഏകദേശം നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ ഫൈനാൻസ് എടുത്താലും കോർപ്പറേഷൻ എടുത്താലും മറ്റേത് സ്ട്രീം എടുത്താൽ പോലും ഈ 36 എക്സാംസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോജക്റ്റ് ആൻഡ് എലക്ടീവ് കോഴ്സസ് ഓൾസോ. ബട്ട് സ്റ്റിൽ അവിടെ ചേഞ്ചസ് ഇല്ല, എക്സാമിൻ്റെ നമ്പർ ഓഫ് എക്സാംസിൽ ചേഞ്ചസ് ഇല്ല. ഇനി എവിടെയാണ് ചേഞ്ച് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എടുക്കുന്ന എലക്ടീവ് കോഴ്സുകൾ ഓരോ സെമ്മിലും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു സെമസ്റ്ററിൽ 6 പരീക്ഷകളാണെങ്കിൽ അതിൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുക്കുന്ന എലക്ടീവ് കോഴ്സ് ആയിരിക്കും. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സബ്ജക്റ്റ് ആയിരിക്കും. കോർപ്പറേഷൻ എടുക്കുന്ന വിദ്യാർത്ഥിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റ് ആയിരിക്കും. ഫൈനാൻസ് എടുക്കുന്ന ആൾക്ക് ഒരു അക്കൗണ്ടിങ് പേപ്പർ ആയിരിക്കും എക്സ്ട്രാ വരിക. ഇങ്ങനെ നിങ്ങൾ ഏത് സബ് സ്ട്രീമാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു സ്ട്രീമിലുള്ള സബ്ജക്റ്റ് എല്ലാ സെമസ്റ്ററുകളിലും ഉണ്ടായിരിക്കും. അപ്പോൾ കോർപ്പറേഷൻ എടുക്കുന്ന വിദ്യാർത്ഥി എന്ത് ചെയ്യേണ്ട, ടാക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. ടാക്സ് അല്ലാതെ തന്നെ നമ്മുടെ 5ാമത്തെ സെമസ്റ്ററിൽ വരുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ഓരോ സെമ്മിലും ടാക്സ് പഠിക്കേണ്ട ആവശ്യമില്ല. സോ കോർപ്പറേഷനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മിക്ക സെമ്മുകളിലും ഒരു എലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് കോർപ്പറേഷൻ ഉണ്ടായിരിക്കും. അത് തിയറി പേപ്പർ ഉണ്ടായിരിക്കും, കോർപ്പറേഷൻ്റെ അക്കൗണ്ടിങ്ങും ഉണ്ടായിരിക്കും. അതുപോലെ ഫൈനാൻസ് എടുക്കുന്ന ആൾക്ക് നോർമലി ഉള്ള അക്കൗണ്ടിങ് പേപ്പർ കൂടാതെ അഡീഷണൽ ആയിട്ടൊരു ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പേപ്പർ കൂടി ഉണ്ടായിരിക്കും. ദെയർഫോർ ഈ ഒരു എലക്ടീവ് സബ്ജക്റ്റ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള സബ്ജക്റ്റുകളെല്ലാം സെയിം ആയിരിക്കും. ലാംഗ്വേജസ് ആണെങ്കിലും ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള ബികോമിൻ്റെ സ്ട്രക്ചർ ഈസ് എൻറ്റയർലി സെയിം. അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയില്ല. സോ എക്സാമിൽ ഡിഫറൻസ് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. ഏത് സബ് കോഴ്സ് പഠിച്ചാലാണ് അല്ലെങ്കിൽ ഏത് എലക്ടീവ് കോഴ്സ് പഠിച്ചാലാണ് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിലാണെങ്കിൽ നമ്മൾ ബികോം കോർപ്പറേഷൻ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഗവൺമെൻറ് ജോലി പോലത്തെ ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിലൊക്കെ നിങ്ങൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ തീർച്ചയായിട്ടും ബികോം കോർപ്പറേഷൻ നിങ്ങളെ സഹായിക്കും. സോ ബികോം കോർപ്പറേഷൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് മറ്റൊരു സബ് ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ, അതായത് കോർപ്പറേഷൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള JDC എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റ് കോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സുകളൊന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ബികോം പഠിക്കുന്നത് ബികോം ഫിനാൻസോ അല്ലെങ്കിൽ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണോ പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ കോപ്പറേറ്റീവ് എക്സാംസ് എഴുതാൻ സാധിക്കുകയില്ല. സോ അത്തരം സാഹചര്യത്തിൽ നിങ്ങൾ കോപ്പറേറ്റീവ് എക്സാം എഴുതണമെങ്കിൽ വീണ്ടും 1-1.5 വർഷമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് പൈസയും സ്പെൻഡ് ചെയ്ത് ഈ കോപ്പറേഷൻ്റെ സ്പെഷ്യൽ കോഴ്സ് പഠിച്ച് ക്വാളിഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ബികോം കോർപ്പറേഷൻ പഠിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മളുടെ ഡിഗ്രി പ്രൈമറി എഡ്യൂക്കേഷനായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇത്തരം കോപ്പറേറ്റീവ് ലെവൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനും ജോലി കിട്ടാനും സാധിക്കും. ഇനി നിങ്ങളൊരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഈ ഒരു ബികോമിന് ശേഷം പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള CEO, CMAO, ACCA പോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബികോം ഫിനാൻസോ ടാക്സേഷനോ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത്തരം കോഴ്സുകൾ പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അവിടെ അക്കൗണ്ടിങ് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഇപ്പോൾ GST പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ തീർച്ചയായിട്ടും ബികോം ഫിനാൻസ് അല്ലെങ്കിൽ ബികോം ടാക്സേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ബികോം ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെയുള്ള മറ്റ് സബ് സ്ട്രീമുകൾ ഞാൻ അത്ര പ്രിഫർ ചെയ്യുന്നില്ല. കാരണം കമ്പയർഡ് ടു ഫിനാൻസ്, കോർപ്പറേഷൻ ആൻഡ് ടാക്സ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് ലിമിറ്റഡ് ആണ്. ഈ ഉള്ള 3 ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫിനാൻസ്, കോർപ്പറേഷൻ ആൻഡ് ടാക്സിൽ തീർച്ചയായിട്ടും ഞാൻ കോർപ്പറേഷനെ ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി സ്പെസിഫൈഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ കോഴ്സ് ചെയ്യാതെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ തീർച്ചയായിട്ടും ഫസ്റ്റ് പ്രിഫറൻസ് ഞാൻ കോർപ്പറേഷന് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി ഫിനാൻസും ടാക്സിലേക്കും വരുമ്പോൾ അവിടെയും ചില ഗവൺമെൻറ് ജോലികൾക്ക് കേരള PSC ഒക്കെ വളരെ സ്പെസിഫൈഡ് ആയിട്ട് ബികോം വിത്ത് ഫിനാൻസ്, ബികോം വിത്ത് ടാക്സ് എന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകളെ മാത്രമായിട്ട് ചിലപ്പോൾ വിളിക്കാറുണ്ട്. അത്തരം ജോബ് ഓപ്പർച്യൂണിറ്റീസും അവൈലബിൾ ആവാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ഫിനാൻസ് അല്ലെങ്കിൽ ടാക്സ് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ എൻഡ് ഓഫ് ദ ഡേ ഞാൻ ഒറ്റ കാര്യം വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇവിടെ ബാക്കിയുള്ള മെയിൻ സിലബസ് എല്ലാം സെയിം ആണ്. ഒരൊറ്റ സബ്ജക്റ്റ് മാത്രമേ എല്ലാ സെമ്മിലും ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന കാര്യങ്ങളിലൊന്നും കാര്യമായ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു പേപ്പറിനകത്ത് കിട്ടുന്ന അഡീഷണൽ നോളജ് മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ. സോ മൈ ഫസ്റ്റ് ചോയ്സ് ഈസ് ഓൾവേസ് കോർപ്പറേഷൻ. അതിനുശേഷം നിങ്ങൾക്ക് ഫിനാൻസ്, തേർഡ് ഓപ്ഷൻ ഈസ്
ടാക്സ്. എന്തായാലും എൻ്റെ അഭിപ്രായം മാത്രം കൺസിഡർ ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റിസർച്ച് ചെയ്യുക, നിങ്ങളുടെ താല്പര്യങ്ങളോടെ കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുക. തീർച്ചയായിട്ടും ഡിഗ്രി എന്ന് പറയുന്നത് ഒരു ബേസിക് UG ക്വാളിഫിക്കേഷൻ മാത്രമാണ്. നിങ്ങൾ BCom എടുത്തത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് വലിയൊരു കരിയർ ബിൽഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. BCom എന്നല്ല ഏതൊരു ഡിഗ്രി ആണെങ്കിൽ പോലും നമുക്ക് അത്രയധികം കോമ്പറ്റീഷൻ ഉണ്ട്. ഒരു വർഷം എത്രയധികം വിദ്യാർത്ഥികളാണ് ഡിഗ്രി പാസ്സാവുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. ആ ഒരു സാഹചര്യത്തിൽ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ മാത്രമാണ്. നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് മുകളിൽ വലിയ വലിയ ക്വാളിഫിക്കേഷൻസ് ആഡപ്പ് ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും PG ചെയ്യുക, പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ പഠനത്തോടൊപ്പം ചെറിയ വർക്ക് എക്സ്പീരിയൻസ്, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടെ ഗെയിൻ ചെയ്യുക. പ്രത്യേകിച്ചും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് കരിയറിൽ നമുക്ക് റിയൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനായിരിക്കും. സോ എന്തായാലും ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ വെക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.